ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷയിൽ നിന്നല്ല എല്ലാ പരീക്ഷകളിലെയും വിജയത്തിനുള്ളൊരു സിംഗിൾ ഫോർമുല നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം, താങ്ക് യു എന്ന് മാത്രം എഴുതിയ ഒരു സ്ലൈഡാണ്. ആ വിജയ ഫോർമുല ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഞാൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അല്ല പറയാൻ പോകുന്നത്, പക്ഷേ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വിജയത്തിന്റെ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്തു നോക്കിയാലും നമ്മുടെ മനസ്സിൽ നന്ദി തോന്നി തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവരോട്, അത് അധ്യാപകരോട് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ മാതാപിതാക്കളോടാവണം, അങ്ങനെ മുതിർന്നവരോടാവണം എന്നൊന്നുമില്ല. നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു നായ്ക്കുട്ടിയോടോ പൂച്ചക്കുട്ടിയോട് പോലും നമുക്കൊരു സ്നേഹവും അതിലുപരി നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടാവുകയും ചെയ്യാന്നുള്ളത് കൂടുതൽ കൂടുതൽ വിജയങ്ങളും നന്മകളും നമ്മളിലോട്ട് എത്തുന്നതിന് കാരണമായി തീരും. ഇതൊരു ഫോൾസ് പോസിറ്റിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും പരാതികളും ലിമിറ്റേഷൻസിനെ പറ്റിയുള്ള ചിന്തകളുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കമും നമുക്ക് എടുക്കാൻ പറ്റുന്ന എഫേർട്ടും ഒക്കെ ലിമിറ്റഡ് ആയിട്ട് മാറും. അതിന് പകരം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ പഠിക്കാൻ സഹായിച്ച വ്യക്തികളോട്, സ്ഥാപനങ്ങളോട്, സുഹൃത്തുക്കളോട്, മെറ്റീരിയൽസിനോട്, നിങ്ങൾക്ക് ആ ലഭിച്ച അവസരത്തിനോട് നന്ദിയുള്ളവരാണെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി മോർണിംഗ് റുട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് മിറക്ലസ് വേസിൽ മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനിയുള്ള ഒരു 10 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഇത് നടക്കുന്നില്ല എങ്കിൽ വിട്ടുകളഞ്ഞു, ഒരു കുഴപ്പമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ടുള്ളത്? അടുത്ത 10 ദിവസങ്ങളിൽ രാവിലെ 1-2 മിനിറ്റ്, ഞാൻ പറയുന്നത് ബ്രഷിങ്ങിനോടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അതിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത് മറന്നു പോവാതിരിക്കും. ബ്രഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2 മിനിറ്റ് കണ്ണടച്ച് ആ ദിവസം താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരോഗ്യമുള്ള ഒരു ശരീരവും ശ്വസിക്കാനായിട്ട് നല്ല വായുവും കിട്ടുന്നത് തന്നെ താങ്ക്ഫുൾ ആവേണ്ട ഒരു കാര്യമാണ്. ഡൽഹി പോലെയുള്ള സിറ്റികളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചും കേട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ ഡൽഹി എയർ പൊല്യൂഷൻ എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. വിഷം പോലത്തെ വായു ശ്വസിച്ച് ജീവിക്കേണ്ട ലക്ഷാനുലക്ഷം മനുഷ്യരാ ഈ ലോകത്തുള്ളത്. പട്ടിണിയിലുള്ള മനുഷ്യന്മാരുണ്ട്, ഒരുപാട് പരിമിതികളിലുള്ളവരുണ്ട്. യുദ്ധം നടക്കുന്ന മേഖലകളിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി, എന്തൊരു സ്ട്രഗിളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. നമുക്കപ്പോ എന്തൊക്കെ പരിമിതിയും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും താങ്ക്ഫുൾ ആയിരിക്കാനുള്ള ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. 1000, 100 ഒന്നും ചിന്തിച്ചില്ലെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും ഓർക്കുക. താങ്ക്ഫുൾ ആവുന്ന മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അവരിൽ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കാനോ ഒന്ന് വിളിച്ച് സംസാരിക്കാനോ, നിങ്ങൾ വിളിച്ച് താങ്ക് യു ഒന്നും പറയണ്ടെന്നേ, മനസ്സിൽ ആ നന്ദി ഉണ്ടായാൽ മതി. അവരെ ഒന്ന് ഓർത്താൽ മതി, അവരോടൊന്ന് സംസാരിക്കാനുള്ള ഒരു മൊമെന്റ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അല്ല പറഞ്ഞതെങ്കിൽ പോലും നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കാനും മനസ്സ് പോസിറ്റീവായിട്ട് വെക്കാനും ഈ കാര്യം നിങ്ങളെ സഹായിക്കും. ഈ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മറ്റുള്ളവരെയും കൂടുതൽ പേരിലേക്ക് ഇത് എത്തിച്ചേരാനും, കൂടുതൽ പേർക്ക് ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൺവിക്ഷൻ മാത്രമല്ല, ഇതിലൂടെ നിങ്ങളുടെ വിജയത്തിനും പോസിറ്റീവ് ഇമ്പാക്റ്റ് ലൈഫിന് ഉണ്ടായി എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. നന്നായിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പേരെടുക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.